ജെമിനായി ഞാൻ കാണുന്നത് ജൂലൈ മാസത്തിൽ ചില അൺഎക്സ്പെക്റ്റഡ് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉണ്ടാവണ മാസമാണ് ഇത്. ചില കാര്യങ്ങൾ ഉണ്ടാവണത് തന്നെ ഒരു സർപ്രൈസിങ് തരത്തിലാണ്. നിങ്ങൾ എത്രയും ആ സിറ്റുവേഷനിൽ മാറി നിൽക്കാൻ നോക്കണു, അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തോ ഒരു കൺക്ലൂഷൻ വരാൻ പോകുന്നുണ്ട് ഈ സിറ്റുവേഷനിൽ. അപ്പം നമ്മൾക്ക് നോക്കാം എന്താണ് ഈ സിറ്റുവേഷൻ ആൻഡ് ഇതെന്താണ് ഈ മാസത്തിൻ്റെ എനർജി എന്തായിരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട്. നമ്മൾക്കിപ്പോൾ നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ ജെമിനായി, നിങ്ങളുടെ ജൂലൈ മാസത്തിൻ്റെ മെസ്സേജസ് എന്താ പറയണതെന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി ജൂലൈ മാസത്തിൻ്റെ എനർജി നിങ്ങളുടെ 5 ഓഫ് wands ആണ്. അപ്പോൾ ഇത് ജെമിനായി നിങ്ങളുടെ സൺ സൈൻ, മൂൺ, അസെൻഡൻറ്റ്, നക്ഷത്രം എല്ലാവർക്കും വേണ്ടിയിട്ട് റീഡിംഗ് ആണ് ഇത്. ഇതൊരു ജനറൽ റീഡിംഗ് കൂടിയാണ്, അതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവുന്നത് എടുക്കുക, റെസൊനേറ്റ് ആവാത്തത് ലെറ്റ് ഗോ ചെയ്യാം. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. അതല്ലാണ്ട് പേഴ്സണലായിട്ട് റീഡിംഗ് വേണം വെച്ചാൽ നിങ്ങൾക്ക് എന്നെ വാട്സാപ്പിൽ മെസ്സേജ് ഇടാം. ഞാൻ അതിൻ്റെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസൊക്കെ അയച്ചു തരും. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, അതുകൊണ്ട് നിങ്ങൾ മെസ്സേജ് ചെയ്യുമ്പോൾ ഞാൻ ഡീറ്റെയിൽസൊക്കെ അയച്ചു തരും. അപ്പോൾ ജെമിനാ, ഇവിടെ ഞാൻ കാണുന്നത് സൺ എനർജി 5 ഓഫ് wands ആണ് നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി. ഓക്കെ, ഇപ്പോഴത്തെ എനർജിയിൽ എന്തോ ഒരു കോൺഫ്ലിക്റ്റ് ആണ് കാണുന്നത്. ഇത് ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് ആയിരിക്കാം. എന്ന് വെച്ചാൽ മനസ്സിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. അതല്ല വെച്ചാൽ വേറെ ചിലവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ലൈഫിൽ ഇൻ്റർഫിയർ ചെയ്യണ എനർജി ആവാം. ചില വഴക്കുണ്ടാവണ എനർജി ആവാം, വേറെ ആൾക്കാരുടെ കൂടെ വഴക്കുണ്ടാവണു. 3 ഓഫ് പെൻറ്റിക്കിൾസ്. അപ്പോൾ ഇവിടെ ഒരു മൂന്നാമത്തെ പേഴ്സൺ കാണാണ്ട്. ഇപ്പോൾ ഇത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലാണോ കരിയറിലാണോ, രണ്ടും വരുന്നുണ്ട്. കരിയറിൻ്റെ എനർജിയും ഉണ്ട്, പേഴ്സണൽ ലൈഫും ഉണ്ട്. അപ്പോൾ എവിടെയോ നിങ്ങളുടെ ലൈഫിൽ വേറെ ഒരു പേഴ്സൺ ഇൻ്റർഫിയർ ചെയ്യണ എനർജി കാണാണ്ട്. ഇപ്പോൾ പാസ്റ്റിൽ സൺ എനർജിയാണ് വന്നിരിക്കണേ. സൺ ക്ലാരിറ്റിയുടെ എനർജിയാണ്, ലിയോ എനർജി. എന്താണ് ഈ ക്ലാരിറ്റി? ഇവിടെ 5 of swords. അപ്പോൾ നിങ്ങളുടെ പാസ്റ്റിലും ഞാൻ കാണുന്നത് ചില ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഏതോ ഒരു പേഴ്സൻ്റെ കൂടെ, അതല്ല വെച്ചാൽ ഓഫീസിൻ്റെ കലീഗ്സിൻ്റെ കൂടെ എന്തോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ സിറ്റുവേഷന് നിങ്ങൾ മാറി നിന്നു എന്ന് വെച്ചാൽ അതിൽ നിങ്ങൾ പിന്നെ കൂടുതൽ ഈ എഫേർട്ട് ഇടാണ്ടായി. നിങ്ങൾ ആ എനർജി അവിടെ ഇൻവെസ്റ്റ് ചെയ്യാണ്ടായി. ഓക്കെ, നിങ്ങൾ കുറച്ചൊരു ബാക്ക് ട്രാക്ക് ചെയ്തു. അപ്പോൾ ഒരു സ്റ്റാഗ്നേഷൻ വന്നു. പക്ഷെ നിങ്ങൾക്ക് തോന്നി അതാണ് ബെസ്റ്റ് ഔട്ട്കം. അതാണ് എന്താ വെച്ചാൽ നിങ്ങൾ എത്രയും അതിൽ എഫേർട്ട് ഇടണു അത്രയും നിങ്ങൾക്ക് തന്നെയാണ് അത് ബാധിക്കണേ. ഓക്കെ, ആ നെഗറ്റീവ് ഇൻഫ്ലുവൻസ് നിങ്ങളുടെ മുകളിലാണ് വരണേ. അപ്പോൾ നിങ്ങൾ കുറച്ച് അതിൽ നിന്ന് മാറി നിന്നു. പക്ഷെ ഈ മാസവും ഞാൻ അതന്നെയാണ് കാണുന്നത്. എന്തോ ഒരു കോൺഫ്ലിക്റ്റ് ആദ്യം തിരിച്ചു വരണു, എന്തോ ഒരു കാര്യം പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാവണു, വഴക്കുണ്ടാവണു. അപ്പോൾ ഫ്യൂച്ചറിൽ വരണത് ടവറാണ്. അപ്പോൾ ഇത് എവിടെയോ ഫ്യൂച്ചറിൽ വെച്ചിട്ട് ആണ് ഈ സിറ്റുവേഷനിൽ ഒരു എൻഡ് ഉണ്ടാവുക. എന്താ വെച്ചാൽ ഇതൊരു എക്സ്പ്ലോസീവ് എൻഡാണ്. എന്തോ ഒരു വലിയ തീരുമാനം, ഒരു ഇമ്പൾസീവായി സഡൻ ഡിസിഷൻ എടുക്കുന്ന എനർജിയാണ്. ആ എൻഡിങ് ഉണ്ടാവുമ്പോഴാണ് നിങ്ങളുടെ എനർജി ഇല്ലെച്ചാൽ ലൈഫ് മുമ്പോട്ടേക്ക് പോകണം. അതുവരെ നിങ്ങൾ ഈ സിറ്റുവേഷനിൽ തന്നെയാണ് തിരിഞ്ഞ് കളിക്കണേ. എന്താ വെച്ചാൽ ഈ സിറ്റുവേഷനിൽ നിങ്ങൾ എത്രയും മാറി നിൽക്കാൻ നോക്കണോ അത്രയും അത് തിരിച്ചു വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എവിടെയോ ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ ഞാൻ ഫ്യൂച്ചറിലാണ് കാണുന്നത്. ഇവിടെ ഒരു എംപറർ എനർജിൻ്റെ ഏരീസ് എനർജി വന്നിരിക്കണു. അപ്പോൾ എന്തോ ഒരു വലിയ ചേഞ്ച് ഞാൻ ഫ്യൂച്ചറിലാണ് കാണുന്നത്. അതോടെ നിങ്ങളുടെ ലൈഫിൽ കുറച്ച് സ്ട്രക്ചർ വരുന്നുണ്ട്, കുറച്ച് കാര്യങ്ങൾ മുമ്പോട്ടേക്ക് പോകണു, അതൊക്കെ ഉണ്ടാവുന്നുണ്ട്. ബട്ട് അതിൻ്റെ മുമ്പേ കുറേ ഡ്രാമ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഈ മാസം 10 of wands ആണ്. എന്തോ ഒരു എൻഡിങ് കാണാണ്ട്, പക്ഷെ അതിൽ കുറേ ബാഗേജ് ഉണ്ട്. എന്ന് വെച്ചാൽ പാസ്റ്റിൻ്റെ കുറേ ഇഷ്യൂസ് ഉണ്ടായിട്ടാണ് ഈ എൻഡിങ് വരണേ. കുറേ സെൽഫ് സാബോട്ടാജിങ് എനർജി, കുറേ മാനിപ്പുലേഷൻ്റെ എനർജി കാണാണ്ട്,
4 ഓഫ് വാൻസ് ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്നായിരിക്കും കൂടുതൽ ബാധിക്കുന്നുണ്ടാവുക. അപ്പം നിങ്ങളുടെ അഡ്വൈസ് ഏസ് ഓഫ് കപ്സ് ആണ്. നിങ്ങൾക്ക് എവിടെയോ യൂണിവേഴ്സ് അഡ്വൈസ് പറയണത് എന്താ വെച്ചാൽ എന്തോ നിങ്ങളുടെ ലൈഫിലൊരു പുതിയ തുടക്കം വരുന്നുണ്ട്. ഒരു പേഴ്സണൽ ബിഗിനിങ് ആണ്. ഇതൊരു പുതിയ തുടക്കം. ഇതൊരു ലവ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഇത് കുറച്ചുകൂടി ഒരു സ്റ്റേബിൾ എനർജിയാണ്. നിങ്ങളുടെ ഫ്യൂച്ചറിന് അതൊരു നല്ല എനർജിയാണ് വരാൻ പോണത്. ഈ സമയത്ത് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ചാലഞ്ചസ് ഉണ്ടായാൽ അതിനെ ഹാൻഡിൽ ചെയ്യാൻ നോക്കുക. എന്താ വെച്ചാൽ വരാൻ പോണ സമയം നല്ലതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. എന്തോ ഒരു പുതിയ റിലേഷൻഷിപ്പും കാണാണ്ട്. നിങ്ങളുടെ സർപ്രൈസ് ഫാക്ടറിൽ ലവേഴ്സാണ്. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം തേർഡ് പാർട്ടി കാണുന്നുണ്ട്. എന്താ വെച്ചാൽ ലവേഴ്സ് ഒരു ചോയ്സ് ആണ് 2 ആൾക്കാരുടെ ഇടയ്ക്ക്. അപ്പോൾ മേ ബി നിങ്ങളുടെ ലൈഫിൽ 2 ആൾക്കാരുണ്ടാവാം. അതല്ല വെച്ചാൽ നിങ്ങൾ വേറെ ആൾക്കാരുടെ കൂടെ പറഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പേഴ്സണെ കൂടെ ഡീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ വേറെ ഒരു പേഴ്സൺ ഉണ്ടാവാം. എന്തായാലും ഇവിടെ ഇതൊരു ടോക്സിക് സിറ്റുവേഷൻ ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, ആൻഡ് അതുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ കുറേ ഒരു കോംപ്ലിക്കേറ്റഡ് എനർജിയാണ് ജൂലൈ. ഹെർമിറ്റ്, നിങ്ങൾ കുറച്ചൊരു ഐസൊലേറ്റഡ് ആയിട്ടാണ് ഇരിക്കണേ. എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ആക്ച്വലി എനർജി തന്നെ എഫേർട്ട് തന്നെ ഇടണം എന്നില്ല. പക്ഷെ എവിടെയോ നിങ്ങൾക്കത് മാറി നിൽക്കാനും പറ്റില്ല. എത്ര ശ്രമിച്ചാലും നിങ്ങൾ ആദ്യം ആ സിറ്റുവേഷനിലേക്ക് തന്നെയാണ് പെടണത്. അപ്പോൾ എന്തോ ഇവിടെ ഒരു എസ്കേപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ കാണുന്നു. 6 ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട്, വീൽ ഓഫ് ഫോർച്യൂൺ ഉണ്ട്, ആൻഡ് ഇവിടെ സ്ട്രെങ്ത് എനർജി ഉണ്ട്. അപ്പോൾ ഒരു ചാലഞ്ചിങ് സമയമാണ് ജൂലൈ. പക്ഷേ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ ഇതും ഒരു ഫേസ് ആണ് നിങ്ങളുടെ ലൈഫിൽ. അതും മാറിപ്പോവും. നിങ്ങൾക്ക് വരാൻ പോണ സമയം നല്ല സമയമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു ഹെൽപ്പും കിട്ടാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എന്തോ ഒരു ഹെൽപ്പ് വരുന്നുണ്ട്. ഇത് ഫ്രണ്ട്സ് ഹെൽപ്പ് ചെയ്യണ എനർജി ആവാം, ഫാമിലി ഹെൽപ്പ് ചെയ്യണ എനർജി ആവാം. അതല്ല വെച്ചാൽ വേറെ ആരോ നിങ്ങളെ ഈ സിറ്റുവേഷനിൽ ഹെൽപ്പ് ചെയ്യാൻ നോക്കുന്നുണ്ട്. മെജിഷ്യൻ, നിങ്ങൾ എന്തോ മാനിഫെസ്റ്റും ചെയ്യുന്നുണ്ട് ഒരു പുതിയ തുടക്കം. ആ പുതിയ തുടക്കം നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. ഏസ് ഓഫ് 3 ഓഫ് വാൻസ്. അപ്പോൾ കുറച്ച് പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യാനാണ് യൂണിവേഴ്സ് ഇവിടെ പറയണത്. എന്താ വെച്ചാൽ ഈ സിറ്റുവേഷനിൽ ഞാൻ പറഞ്ഞ മാതിരി ഇത് മാറിപ്പോവും. ഓക്കെ, ഇത് ഒരു പെർമനൻറ്റ് കാര്യമൊന്നുമല്ല. ജൂലൈ മാസത്തിൻ്റെ എനർജിയാണ്. ജൂലൈ കുറച്ചൊരു ഡിഫിക്കൾട്ടാണ്, ബട്ട് നിങ്ങൾക്ക് അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇവിടെ വന്നിരിക്കണേ കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ യൂണിവേഴ്സ് പറയണത് കളർ ബ്ലൂ ആൻഡ് ഗ്രീൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ കളറായിരിക്കും. ആക്യുറസി, എക്സ്പ്രഷൻ, ഇൻറ്റിമസി, ഓണസ്റ്റി. അപ്പോൾ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് അതിലാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. എന്താ വെച്ചാൽ അവിടെയാണ് എന്തോ ഒരു പ്രശ്നം ഉണ്ടാവണേ. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കമ്മ്യൂണിക്കേഷൻ ക്ലിയറായി വെക്കുക. അത് മാത്രമല്ല, നമ്മളിപ്പോൾ പോകണതും മെർക്യൂറി റെട്രോഗേഡിലാണ്. നിങ്ങൾക്ക് മെർക്യൂറി റെട്രോഗേഡ് എന്താണെന്ന് അറിയില്ല വെച്ചാൽ അത് ഗൂഗിൾ ചെയ്താൽ മതി. അതിൽ ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടാവുന്നത് കുറേ കോമൺ ആണ്. കമ്മ്യൂണിക്കേഷൻ ബ്ലോക്സ്, കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ്, പാസ്റ്റിൻ്റെ ആൾക്കാരെ തിരിച്ചു വരിക, അതൊക്കെ ഈ സമയത്താണ് ഉണ്ടാവുക. അപ്പോൾ അത് തുടങ്ങണത് ജൂൺ 29th ബട്ട് അതിൻ്റെ എഫക്ട്സ് ഓൾറെഡി നമ്മൾ ഫീൽ ചെയ്യാൻ തുടങ്ങിയിരിക്കണു. ആൻഡ് അതിൽ ഒരു ജൂലൈ വരെ ഉണ്ടാവും ആ എനർജി. അപ്പോൾ അതുകൊണ്ട് യൂണിവേഴ്സ് പറയണത് ക്ലാരിറ്റി വയ്ക്കുക. സംസാരിക്കണതും എല്ലാത്തിലും ക്ലാരിറ്റി വേണം. ഓക്കെ, അപ്പോൾ ഇതാണ് ജെമിനൈ നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഇത് റെസൊനേറ്റ് ചെയ്തു എന്ന് ഞാൻ ഹോപ്പ് ചെയ്യണു. റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ കമൻസിൽ യെസ് എന്ന് എഴുതുക. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ കൺസൾട്ടേഷൻ വേണം വെച്ചാൽ നിങ്ങൾക്ക് തന്നെ വാട്സാപ്പിൽ മെസ്സേജ് ഇടാം. പേഴ്സണൽ കൺസൾട്ടേഷൻസ് പെയ്ഡ് ആണ്. അപ്പോൾ വാട്സാപ്പിൽ മെസ്സേജ് ഇടുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. അപ്പോൾ ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ.